കേരളത്തിൽ UDF മേൽക്കൈ പ്രവചിച്ച് മാതൃഭൂമി ന്യൂസ് എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും ജനങ്ങളോട് അഭിപ്രായ സർവേ നടത്തി അവരിടുന്നൊരു ലിസ്റ്റ്, ആൾക്കാർക്ക് എത്ര ശതമാനം വോട്ട് കിട്ടും, സ്ഥാനാർത്ഥികൾക്ക് എത്ര ശതമാനം വോട്ട് കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് ഒരു വീഡിയോ കാണിച്ചു തരാം. അതിനകത്ത് വളരെ കുറച്ച് മണ്ഡലങ്ങളുടെ കാര്യം പറയുന്നുള്ളൂ. അതിനകത്ത് വയനാടിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വയനാട്ടിൽ ആ സമയത്ത് BJP സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ BJP സ്ഥാനാർത്ഥിക്ക് 13% വോട്ടോ എന്തൊക്കെയായിട്ട് പറയുന്നുണ്ട്. അപ്പം ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പം വേറെ ഏത് സർവേനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന മാതൃഭൂമികാരുടെ സർവേ റിപ്പോർട്ട് ഒന്ന് കാണിച്ചു തരാം. കേരളത്തിൽ UDF മേൽക്കൈ പ്രവചിച്ച മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ ഫലം പുറത്തുവിട്ട 7 മണ്ഡലങ്ങളിൽ 6ഉം UDFനൊപ്പമാണ്. സർവേയുടെ 2ാം ഘട്ടം ഇന്ന് രാത്രി 8:30 മുതൽ കാണാം. 7 മണ്ഡലങ്ങളുടെ ഫലസൂചനയാണ് അറിയാൻ കഴിയുക. അവസാന ഘട്ടം നാളെ രാത്രി 8:30. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂർ 37% വോട്ടോടുകൂടി മുന്നിൽ നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് പന്ന്യൻ രവീന്ദ്രൻ 34%, 3ാം സ്ഥാനത്താണ് രാജീവ് ചന്ദ്രശേഖർ 27%. ഇത് സർപ്രൈസിംഗ് ആണ്. വരൂ, കാസർഗോഡ് എന്ത് സംഭവിക്കുന്നു? ആറ്റിങ്ങലിൽ ഇത്തവണ എന്ത് സംഭവിക്കും? വരട്ടെ. അടൂർ പ്രകാശ് ആറ്റിങ്ങൽ അടൂർ പ്രകാശ് നിലനിർത്തുന്നു. സർപ്രൈസിംഗ് ആണ്. അടൂർ പ്രകാശ് 36% കാണിക്കുമ്പോൾ ഇവിടെ വി ജോയ് 32%, അതുപോലെ തന്നെ വി മുരളീധരൻ 29%. 4% വ്യത്യാസമാണ് അടൂർ പ്രകാശും വി ജോയും തമ്മിൽ. ചാലക്കുടിയിൽ എന്ത് സംഭവിക്കുന്നു എന്നൊന്ന് നോക്കിയാൽ ചാലക്കുടി UDF കോട്ടയായി തുടരുന്നു. ചാലക്കുടിയിൽ പക്ഷേ നോക്കൂ, ബെന്നി ബെഹന്നാന് 42% വോട്ടുള്ളപ്പോൾ സി രവീന്ദ്രനാഥിന് 37% വോട്ടുകളുണ്ട്. BJP BDJ സ്ഥാനാർത്ഥിയാണ്. അവിടെ 19% വോട്ട്. കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ജയിച്ചത്. വയനാട്ടിലൂടെ അതാ ഇലക്ഷൻ ബസ് വരുന്നു. രാഹുൽ ഗാന്ധി 60%, അനി രാജ 24%, NDAയുടെ ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥി 13%. അതായത് രാഹുൽ ഗാന്ധി 60%-ന് മുകളിൽ വോട്ട് നേടിയാണ് ഇത്തവണയും ജയിക്കാൻ പോകുന്നത്. യെസ്, കൊല്ലത്ത് എന്ത് സംഭവിക്കും പറയൂ? കൊല്ലം 13% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് M മുകേഷിനേക്കാൾ ഇപ്പോൾ NK പ്രേമചന്ദ്രൻ മുന്നിൽ നിൽക്കുന്നത്. നോക്കൂ, NK പ്രേമചന്ദ്രൻ 49% വോട്ടുകൾ സമാഹരിക്കുമെന്ന് ഈ സർവേ പറയുമ്പോൾ 36 ഉള്ളൂ മുകേഷ്. കണ്ണൂരിന്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് ഈ നിമിഷം തന്നെ പറഞ്ഞു കൊടുക്കാം. ഒരു സംശയമില്ല, എന്റെ പുറകിൽ വരും. കണ്ണൂരിൽ അത്ഭുതപ്പെടുത്തുന്ന പ്രവചനമാണ്. MV ജയരാജൻ മുൻപിൽ 42% വോട്ടുമായി, K സുധാകരൻ 39% വോട്ടുമായി, BJP 17. ഏതിപ്പോ കേരളത്തിലെ ഏത് കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും കേട്ടോ, UDFനാണ് മേൽക്കൈ. കാരണം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ പ്രവർത്തന ഗുണങ്ങളുടെ ഫലമായിട്ടാണ്. അല്ലാതെ UDFകാർ ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടല്ല. ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഗുണം കൊണ്ട് UDFകാർക്ക് ഉണ്ടാകുന്ന നേട്ടം, അത്രേ ഇതിന് പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് മാതൃഭൂമി ന്യൂസുകാർ ഇപ്പോൾ എത്ര വലിയ സർവേ നടത്തിയാലും അതിനകത്ത് കമൻറ്റിലൊക്കെ ഊക്കി വിട്ടേക്കുവാണ് കേട്ടോ മാതൃഭൂമി ന്യൂസിനൊക്കെ. അതിനകത്തൊക്കെ കണ്ണൂർ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ K സുധാകരനെ തോപ്പിച്ചുകൊണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്നയാളെ ജയിപ്പിച്ചുകൊണ്ടൊക്കെ പറയുന്ന മാതൃഭൂമി ന്യൂസിൻ്റെ സർവേ. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ വന്നിരിക്കുന്ന കമൻറ്റ് തന്നെ പറയുന്നത് കേസ് ജയിക്കും എന്നാണ്. K സുധാകരനാണ് പറയുന്നത്. അപ്പം മാതൃഭൂമി ന്യൂസുകാരായിരുന്നു അവരുടെ സർവേയാണ് മെച്ചം. അതുപോലെയാണ് കാര്യങ്ങൾ നടക്കൂ. ഇത്ര ശതമാനം വോട്ട് ഇവിടെ, ഇത്ര ശതമാനം വോട്ട് അവിടെ. സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവർക്കവിടെ ഇത്ര ശതമാനം വോട്ട് പറയുന്നു. ഇപ്പം കേരളത്തിൽ ഒരു സർവേ നടത്താൻ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, UDFന് ഈ ലോക്സഭ ഇലക്ഷനിലുള്ള മേൽക്കൈയും പിന്നെ BJP സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കുമെന്നും, പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറയണ്ട, കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു സീറ്റാണ് കിട്ടിയത്. ഇപ്രാവശ്യം അതെങ്കിലും കിട്ടിയ ഭാഗ്യം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം അവരുടെ പ്രവർത്തന മണ്ഡലം കേരളമാണെങ്കിലും ജനങ്ങൾ അത്രയധികം ദ്രോഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പകരം വീട്ടിലെന്നോണമാണ് ഈ ഇലക്ഷനെ കാണുക. പിന്നെ കേന്ദ്രത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ മോദി സർക്കാർ തന്നെയായിരിക്കും വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഇപ്പം അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സർവേ നടത്തിയതൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ നീയും സർവേ നടത്തുവാനല്ലേ, നീയും മാതൃഭൂമി ന്യൂസ് ആണല്ലേ,
എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ വോട്ട് വരുന്ന വഴിയടക്കം മാപ്പടക്കമൊക്കെ എവിടെയെങ്കിലും വരച്ച് കാണിക്കും. വോട്ട് ഈ വഴി വന്ന് ഈ വഴി ബാലറ്റിൽ ചാടും, പിന്നെ ആ വഴി എടുത്ത് ഈ വഴി എണ്ണാൻ പോവും. എന്തായാലും സംഭവം കൊള്ളാം. മാതൃഭൂമി ന്യൂസുകാർ നല്ല അടിപൊളിയായിട്ട് പി സർവേ പാർലമെൻറ്റ് സർവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അറിയത്തില്ല. എന്തായാലും സർവേയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ ചാനലുകാരും എല്ലാ വാർത്തക്കാരും സർവേ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ സംഭവിക്കട്ടെ. എന്തായാലും ഇനിയിപ്പോൾ ഇവർ സർവേ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഈ വാർത്ത വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. അന്ന് മാതൃഭൂമി ന്യൂസുകാർ ഞങ്ങൾ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ സംഭവിച്ചെന്ന് പറയും. ഇപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ എല്ലാ വാർത്ത മുക്കും. ഇതൊക്കെ എന്താ പറയുക, എന്തായാലും നല്ല ഊക്ക് കിട്ടുന്നുണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന്. കൊള്ളാം.